കുതിച്ചു പായുന്ന ഇന്ത്യൻ അഹങ്കാരമായ ബ്രഹ്മോസിനേക്കാൾ വേഗതയുള്ള മിസൈൽ. അതാണ് ഇസ്രയേലിന്റെ ഗോൾഡൻ ഹൊറൈസൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം നടക്കാനിരിക്കെ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ തങ്ങളുടെ ഈ മിസൈൽ നൽകാമെന്ന് ഇസ്രയേൽ വാഗ്ദാനം ചെയ്തെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മിസൈൽ വാഗ്ദാനം ഇന്ത്യ പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഭൂഗർഭ ബങ്കറുകൾ, ശക്തിപ്പെടുത്തിയ സൈനിക കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ എന്നിവ തകർക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഗോൾഡൻ ഹൊറൈസൺ എന്ന മിസൈൽ എന്താണ്? ഇതെങ്ങനെയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്തുന്നത്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. ഏകദേശം 1000 മുതൽ 2000 കിലോമീറ്റർ വരെ പ്രഹര പരിധിയുള്ള ഈ മിസൈലിന് ഹൈപ്പർസോണിക് വേഗം കൈവരിക്കാനുള്ള ശേഷിയുണ്ട്. അതിനാൽ നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ തടയുക എന്നത് ദുർഘടവും വെല്ലുവിളിയുമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയുടെ നിലവിലെ ബ്രഹ്മോസ് മിസൈലിനേക്കാൾ വേഗത ഏറിയതാണിത്. ബ്രഹ്മോസിന്റെ പ്രത്യേകത നമുക്കറിയാവുന്നതാണ്. ബ്രഹ്മോസ് ശബ്ദത്തെക്കാൾ 3 മടങ്ങ് വേഗത ഉള്ളവയാണ്. സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ വിഭാഗത്തിൽ ലോകത്തിലേറ്റവും വേഗതയേറിയതുമാണ് ബ്രഹ്മോസ്. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ ലോകശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. അന്തർവാഹിനികൾ, കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ബ്രഹ്മോസ് വിക്ഷേപിക്കാനും സാധിക്കും. ഗോൾഡൻ ഹൊറൈസൺ സംവിധാനം ഇസ്രയേലിന്റെ സിൽവർ സ്പാരോ എന്ന മിസൈലിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തതെന്നാണ് കരുതപ്പെടുന്നത്. ഇത് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിൽ മാറ്റം വരുത്തിയ ഒന്നാണെന്നാണ് പ്രതിരോധ വിലയിരുത്തലുകൾ. ഇസ്രയേലുമായുള്ള കരാർ യാഥാർത്ഥ്യമായ വ്യോമസേനയുടെ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിലാകും ഇവയെ ഘടിപ്പിക്കുക. ഇസ്രയേലിന്റെ ഈ വാഗ്ദാനം ഇന്ത്യ ഗൗരവകരമായി പരിഗണിച്ചു വരികയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിന്റെ പ്രധാന കാരണം ഈ മിസൈൽ ഇന്ത്യൻ സേനയുടെ ഭാഗമായാൽ പല മേഖലയിലും ഇന്ത്യക്ക് തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. നിലവിൽ ഇന്ത്യ അഗ്നി 5 ഉൾപ്പെടെയുള്ള ഭൂതല ബാലിസ്റ്റിക് മിസൈലുകൾ സ്വന്തമായി വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആകാശത്തുനിന്ന് തൊടുക്കാവുന്ന ഇത്രയും ദൂരപരിധിയുള്ള മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് പുതിയ കരുത്ത് പകരും. ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങൾ കൂടുതൽ മാരകമാകാൻ ഈ മിസൈലിന്റെ സാന്നിധ്യം സഹായിക്കുകയും ചെയ്യും. നിലവിൽ പാകിസ്ഥാന്റെ പക്കൽ ഇത്തരം ആയുധമില്ല എന്നത് ഇവിടെ പ്രധാനമാണ്. അതേസമയം ചൈനയുടെ പക്കൽ JL-1 എന്ന യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബലിസ്റ്റിക് മിസൈലുണ്ട്. ഹൈപ്പർസോണിക് മിസൈലായ DF-21 പരിഷ്കരിച്ച് വ്യോമാക്രമണത്തിന് ഉതകുന്ന രീതിയിൽ വികസിപ്പിച്ചതാണ് JL-1. ഇതിന് 3000 കിലോമീറ്ററോളം പ്രഹര പരിധിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തന്ത്രപ്രധാനമായ ഈ ആയുധം ചൈന മറ്റൊരു രാജ്യത്തിനും നൽകാറില്ല എന്നതും ഇവിടെ പ്രധാനമാണ്. അതിനാൽ തന്നെ ഇസ്രയേലിന്റെ ഗോൾഡൻ ഹൊറൈസൺ ഇന്ത്യയുടെ വ്യോമാക്രമണ ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അസാമാന്യ വേഗതയും ദൂരപരിധിയും പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ശേഷിയും ഇതിനെ മാരകായുധമാക്കി മാറ്റുന്നുണ്ട്. ചൈനയുടെ JL-1 ഉപയോഗിക്കണമെങ്കിൽ അവരുടെ പക്കലുള്ള ബോംബർ വിമാനമായ H-6N വേണ്ടിവരും. എന്നാൽ ഇസ്രയേലിന്റെ ഗോൾഡൻ ഹൊറൈസൺ പ്രയോഗിക്കാൻ ഇന്ത്യയുടെ പക്കലുള്ള സുഖോയ് വിമാനങ്ങൾ മാത്രം മതിയാകുമെന്നതാണ് നമുക്ക് മുൻതൂക്കം നൽകുന്നത്. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ലോറ, റാംപേജ് എന്നീ മിസൈലുകളെക്കാൾ ദൂരപരിധിയും പ്രഹരശേഷിയും ഇതിനുണ്ട് എന്നതാണ് മറ്റൊരു സുപ്രധാന പ്രത്യേകതയും. ഇന്ത്യൻ വ്യോമസേന പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇത്തരമൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മിസൈൽ വാങ്ങുന്നതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല എങ്കിലും ഇത്തരമൊരു ചർച്ച നടക്കുന്നത് ഇന്ത്യയുടെ ദീർഘദൂര സൈനിക നയത്തിൽ വരുന്ന വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ദീർഘദൂര പ്രഹരശേഷിയുള്ള ഇത്തരം മിസൈലുകളുടെ വരവ് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ മാറ്റി എഴുതലുകൾ ഉണ്ടാകുമെന്നത് സത്യമായ കാര്യമാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനം എന്തൊക്കെ സാധ്യതകളാണ് ഇന്ത്യക്ക് തുറക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.